നിനക്കായി മാത്രം ഭാഗം 5. വാവേ. അച്ഛൻ്റെ മുന്നിലുള്ള കസേരയിലായിട്ട് അവൾ വന്നിരുന്നതും അവളെ അയാൾ വിളിച്ചു. ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ അറ്റം അഴിച്ചും മുറുക്കിയും ഇരിക്കുകയായിരുന്നു അവളന്നേരം. അതിൽ നിന്ന് തന്നെ അവളുടെ മനസ്സ് എന്തോ ഒരു പിരിമുറുക്കത്തിലാണ് എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അച്ഛൻ്റെ ആ ഒരൊറ്റ വിളിയിൽ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്ത് കാര്യമാണ് നിനക്കിത്ര ആലോചിച്ചിരിക്കാൻ? അത് ഒന്നുമില്ല അച്ഛാ. എന്താ അച്ഛൻ വിളിച്ചതെന്ന് പറഞ്ഞില്ല? പറയാം. അതിനു മുൻപ് നിൻ്റെ പരീക്ഷകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അച്ഛനിപ്പോൾ നിന്നെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അയാൾ പറഞ്ഞു തുടങ്ങിയതും അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ വൈഗ അല്പം ഭയത്തോടെ തന്നെയാണ് അയാളുടെ മുഖത്തേക്ക് നോക്കിയത്. കഴിഞ്ഞ ദിവസം ഞാനും നിൻ്റെ അമ്മയും കൂടിയിട്ട് എവിടെ പോയിരുന്നതാണെന്ന് അറിയുമോ അവയ്ക്ക്? അച്ഛൻ ചോദിച്ചപ്പോൾ അതറിയാമായിരുന്നിട്ടും ഇല്ലെന്ന രീതിയിൽ വൈഗ തലയാട്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കാർത്തികേയ പണിക്കരെ കാണാൻ വേണ്ടി പോയതാണ്. നിനക്കിപ്പോൾ വയസ്സ് 18 കഴിഞ്ഞ് 19 പൂർത്തിയാകാനായല്ലോ. അച്ഛൻ ആ കാര്യമാണ് പറയാൻ വിളിച്ചതെന്ന് കേട്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ പകുതി ഒരു ആശ്വാസമായി. എങ്കിലും ഇനി ഇതിന് പിന്നിലുള്ള പൊല്ലാപ്പ് എന്താണെന്നായി പിന്നീടുള്ള അവളുടെ ടെൻഷൻ. നിന്റെ ജാതകം നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത്. ഇതൊക്കെ അറിയാവുന്ന കാര്യമായിരുന്നിട്ടും അവൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ഇരുന്ന് തലയാട്ടി. വൈശാഖും അതറിഞ്ഞ ഭാവം നടിച്ചില്ല. നിൻ്റേത് പാപജാതകമാണ്. അങ്ങനെ ഒരു പാപജാതകം ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയുള്ള ഒരു പാപജാതകമുള്ള വരനെ വേണം നീ വിവാഹം കഴിക്കാനായിട്ട്. അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അച്ഛൻ അല്പം വിഷമത്തോടെയാണ് അവളെ ആ കാര്യം അറിയിച്ചത്. പക്ഷേ ഇത് കേട്ടപ്പോൾ വൈഗയുടെ മനസ്സിൽ 1000 ബൾബുകൾ ഉദിച്ചതുപോലെ ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെയൊരു ജാതകമുള്ള ആളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ വർഷങ്ങളാകും. അതുവരെ സമാധാനമായിട്ടിരിക്കാമല്ലോ. അങ്ങനെയാണ് അവൾ ആ കാര്യം അറിഞ്ഞപ്പോൾ ചിന്തിച്ചത്. അത് കേട്ട് കഴിഞ്ഞിട്ടും അവൾക്ക് വലിയ ദുഃഖമോ പ്രയാസമോ ഒന്നും തോന്നിയില്ല. കാരണം വിവാഹം, കുടുംബം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അവളുടെ തലയിലില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അത് ഹരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ്. അതും ഇപ്പോൾ തന്നെ അവനെ വിവാഹം കഴിക്കണം എന്ന് തനിക്കുമില്ല, അവനുമില്ല. കാരണം അവൻ്റെ സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയാണ്. അതൊക്കെ നേടിയെടുക്കാൻ അവൻ ഇനിയും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനിടയിലേക്ക് താൻ കൂടി ചെന്നാൽ ചിലപ്പോൾ അവൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെന്നില്ല. അതുകൊണ്ട് വിവാഹം, കുട്ടികൾ, കുടുംബം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രണ്ടുപേരുടെയും ചിന്തകളിൽ വരാറില്ല. എങ്കിൽ പോലും അവളെ സ്വന്തമാക്കണമെന്ന് അവനും അവനെ സ്വന്തമാക്കണമെന്ന് അവൾക്കും മനസ്സിലൊരാഗ്രഹമുണ്ട്. പിന്നെ ഈയൊരു ബന്ധം 2 വീടുകളിലും അംഗീകരിക്കില്ല എന്നതുകൂടി ഉറപ്പായതുകൊണ്ടാണ് എത്രയും വേഗം വിവാഹത്തിലേക്ക് കടന്നാലോ എന്നിരുവരും ആലോചിക്കുന്നത് പോലും. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ അച്ഛൻ ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് എപ്പോഴാണോ ഇനിയൊരു പാപജാതകമുള്ള ആളുമായിട്ട് നിൻ്റെ ജാതകത്തിൽ പൊരുത്തം കാണുന്നത്, അപ്പോൾ ചിലപ്പോൾ വിവാഹം നടത്തേണ്ടി വരും. ആ ഒരു ഡയലോഗിൽ ഇത്രയും നേരം ആത്മവിശ്വാസത്തോടെ ഇരുന്നിരുന്ന വൈഗയുടെ ഉള്ള കാറ്റ് അഴിച്ചുവിട്ടതുപോലെ ആയിപ്പോയി. ഇത്ര നേരം ആശ്വസിച്ചിരുന്നതിനെല്ലാം കൂടി ചേർത്ത് കിട്ടിയതുപോലെ ആയിപ്പോയി. അച്ഛാ, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടങ്ങനെ. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞില്ലല്ലോ വാവേ. സമയമാകുമ്പോൾ, നിൻ്റെ വിവാഹത്തിന് സമയമാകുമ്പോൾ ഒരു വരൻ നിന്നെ തേടി വരും. അങ്ങനെ വരുന്നത് ഇതുപോലെ തന്നെയുള്ള ഒരു ജാതകമുള്ള വരനാണെങ്കിൽ അന്നേരം നിങ്ങളുടെ വിവാഹം നടത്തും. അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കേട്ടതും അവൾ അതിനൊന്ന് തലയാട്ടി. അവൾക്ക് അച്ഛനോട് പിന്നെ കൂടുതൽ തർക്കിക്കാൻ ഇഷ്ടമല്ല. കാരണം അച്ഛൻ്റെ ശബ്ദം പെട്ടെന്നുയരുകയും ഒരുപാട് ദേഷ്യം വരികയും ചെയ്യും. പക്ഷേ തന്നെ ഇതുവരെ തല്ലിയിട്ടോ ഉപദ്രവിച്ചിട്ടോ ഇല്ല. എങ്കിലും ആ ശബ്ദം ഒന്ന് ഉയർന്നത് പോലും തനിക്ക് അത്രത്തോളം ഭയമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ അച്ഛൻ എന്ത് പറഞ്ഞാലും അതനുസരിച്ച് നിന്നിട്ടേയുള്ളൂ. ഇനി എന്തെങ്കിലും തരത്തിൽ അച്ഛൻ്റെ തീരുമാനത്തോട് എതിർപ്പുണ്ടെങ്കിൽ താനത് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യും. അല്ലാതെ അച്ഛൻ പറയുന്നതിനെതിരായിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ തർക്കിച്ചു നിൽക്കുന്ന ശീലം തനിക്കില്ല. അങ്ങനെ അച്ഛനോട് തർക്കിച്ചു നിൽക്കാതെ ഒറ്റ വാക്കിൽ തൻ്റെ തീരുമാനം അറിയിക്കുകയാണെങ്കിൽ അച്ഛൻ ചിലപ്പോൾ അത് അംഗീകരിച്ച് തരികയും ചെയ്യും. ഈയൊരു കാര്യം നിന്നോടിപ്പോൾ പറയേണ്ടെന്ന് കരുതിയതാണ്. എങ്കിലും നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ, നീയും കൂടി അറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. അച്ഛൻ വീണ്ടും പറഞ്ഞതും അതിനും വൈകി ഒന്ന് തലയാട്ടി. കുറച്ച് സമയത്തെ ഡിസ്കഷൻ കഴിഞ്ഞതും അമ്മ അടുക്കളയിലേക്ക് പോയി. ഏട്ടനും അച്ഛനും ആണെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. അവിടെ ഇരുന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം അച്ചമ്മയുടെ കൂടെ പോയിരിക്കാമെന്ന് കരുതി അവൾ അങ്ങോട്ടേക്ക് പോയി. അച്ചമ്മേ. മുറിയുടെ കതക് തുറന്നുകൊണ്ട് അവൾ വിളിച്ചു. അവരപ്പോൾ രാമായണവും വായിച്ചിരിക്കുകയായിരുന്നു. വാ വാ, ഇന്നത്തെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, കുഴപ്പമുണ്ടായിരുന്നില്ല. ജയിക്കുമെന്ന് തോന്നുന്നു. ഓ, വലിയ കാര്യം. കയ്യിലുള്ള രാമായണ ഗ്രന്ഥം മാറ്റിവെച്ച് അവളെ തനിക്കരികിലേക്ക് ഇരുത്തി അച്ചമ്മ. അച്ചമ്മേ, ഈ പാപജാതകം എന്ന് വെച്ചാൽ എന്താ?
സംശയം പോലെ അവൾ മുത്തശ്ശിയോട് വെറുതെ ഒന്ന് തിരക്കി. എൻ്റെ കുട്ടിയുടെ ജാതകം പാപജാതകമാണ് അല്ലേ? അവർ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു. അച്ഛൻ ഇന്നാ എന്നോട് പറയുന്നത് എൻ്റെ ജാതകം പാപജാതകമാണത്രേ. ശരിക്കും ഈ പാപജാതകം എന്ന് വെച്ചാൽ എന്താ മുത്തശ്ശി? ശരിക്കു പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല ബാവേ. പക്ഷേ പാപജാതകം അഥവാ ദോഷജാതകമുള്ള ഒരു സ്ത്രീ അതുപോലെ തന്നെ ദോഷജാതകമുള്ള പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നറിയാം. മുത്തശ്ശി അത് ഓർമ്മിപ്പിച്ചു. അത് കേട്ടതും അവൾ അവരെ സംശയത്തോടെ നോക്കി. അപ്പോൾ അങ്ങനെ പാപജാതകം ഇല്ലാത്ത ഒരാളെയാണ് പാപജാതകം ഉള്ള ഒരാൾ വിവാഹം കഴിക്കുന്നതെങ്കിലോ? അങ്ങനെ വിവാഹം കഴിച്ചാൽ ആ ദാമ്പത്യത്തിന് അധികം ആയുസ്സുണ്ടാവില്ലെന്നാണ് പറഞ്ഞു കേൾവി. എനിക്കതൊന്നും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. മുത്തശ്ശി അവളെ കൈയൊഴിയുന്നത് പോലെ പറഞ്ഞു. പക്ഷേ പാപജാതകമുള്ള ഒരാൾ പാപജാതകം ഇല്ലാത്ത ഒരാളെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ആ ദാമ്പത്യം പരാജയമായിരിക്കും എന്ന് പറഞ്ഞതിൽ മാത്രം അവളുടെ മനസ്സ് കുടുങ്ങിക്കിടന്നു. പിന്നെ എൻ്റെ കുട്ടിയുടെ പോലെ പാപജാതകമുള്ളവരൊക്കെ ഒരുപാടുണ്ടാകും. എങ്കിലും അവരെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നിൻ്റെ അച്ഛൻ അതൊക്കെ കൃത്യസമയത്ത് നടത്തി തരും. എൻ്റെ കുട്ടിക്ക് നല്ലൊരു ആലോചന തന്നെ വന്ന് നല്ല രീതിയിൽ വിവാഹം നടക്കും. മുത്തശ്ശി അവളുടെ തലയിലൊന്ന് തലോടി എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ മനസ്സ് ആ ഒരു കാര്യത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എൻ്റെ കുട്ടി എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? മുത്തശ്ശി വീണ്ടും ഓരോന്ന് സംസാരിച്ചിട്ടും നിശബ്ദമായിരിക്കുന്ന വൈകിയോട് അവർ ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശി. ഏതോ ലോകത്തെന്നതുപോലെ മുത്തശ്ശിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവൾ വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് നടക്കാനൊരുങ്ങി. വാവേ. മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ അവിടെ തന്നെ തിരിച്ചിരുത്തി. എന്താ എൻ്റെ കുട്ടിയുടെ മനസ്സിൽ? മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നല്ലോ. മുത്തശ്ശി അവളുടെ മുഖത്തൂടെ ഒന്ന് തലോടിക്കൊണ്ട് വീണ്ടും സംശയത്തോടെ ചോദിച്ചു. കാരണം ഇത്ര നേരം വരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ആളാണ്. ഇതൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം അവളുടെ മുഖത്ത് ആകെ ഒരു വല്ലായ്മ. അത് കണ്ടതും മുത്തശ്ശിക്കും ആകെ എന്തോ പോലെ തോന്നി. ഒന്നുമില്ല മുത്തശ്ശി. എന്തോ മനസ്സിനൊരു സുഖമില്ലാത്തതുപോലെ. തലവേദന എടുക്കുന്നു. ഒന്ന് കിടന്നാൽ ചിലപ്പോൾ ശരിയാകും. ഈ പാപജാതകത്തിൻ്റെ കാര്യം ആലോചിച്ചാണെങ്കിൽ അതിന് ഇത്രമാത്രം ടെൻഷൻ അടിക്കാനൊന്നുമില്ല എൻ്റെ കുട്ടി. ഈ ലോകത്തിൽ പരിഹാരമില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇതിന് ഒരുപാട് പരിഹാരങ്ങളുണ്ടാകും. വെറുതെ അതൊന്നും ആലോചിച്ചിരിക്കാതെ ഇപ്പം എൻ്റെ കുട്ടി പോയിട്ട് കുറച്ച് സമയം സമാധാനമായിട്ട് റെസ്റ്റ് എടുക്ക്. മുത്തശ്ശി അവളോട് വാത്സല്യത്തോടെയും അതിലുപരി സ്നേഹത്തോടെയും പറഞ്ഞു കൊടുത്തു. മുത്തശ്ശിയെ നോക്കി വരുത്തി തീർത്ത പുഞ്ചിരിയോടെ അവൾ മുറിയുടെ പുറത്തേക്കിറങ്ങി. മുത്തശ്ശിയെ നോക്കി പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങിയെങ്കിലും മനസ്സിനൊരു സമാധാനമില്ല. കുറച്ച് ദിവസമായിട്ട് തനിക്ക് ടെൻഷൻ തന്നെയാണ്. ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ താൻ ആവശ്യമില്ലാതെ കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കുകയാണ് എന്ന് തോന്നും. പക്ഷേ അതുതന്നെ ഒന്ന് തിരിച്ചാലോചിച്ചാൽ താൻ ചിന്തിക്കുന്നതെല്ലാം ശരിയാണ് എന്നും തോന്നും. ശരിക്ക് ഒരു റോളർ കോസ്റ്റർ പോലെയാണ് ജീവിതം. എങ്ങോട്ടാണ് എപ്പോഴാണ് തിരിയുന്നത് എന്നൊന്നും പറയാനാവില്ല. ആവശ്യത്തിനുള്ള ടെൻഷൻ ഇന്ന് അനുഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാനായിട്ട് ദാ ഇപ്പോൾ ഇതും കൂടി. മനസ്സൊന്ന് ശാന്തമാകട്ടെ എന്ന് കരുതി അവൾ ഡയറി കയ്യിലെടുത്തു. മനസ്സിൽ ആശ്വസിക്കാനാകാത്തതിലും അധികം ടെൻഷൻ വരുമ്പോൾ അതെല്ലാം ആ ഡയറിയിലേക്ക് കുറിച്ചിടും. അങ്ങനെ എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ശീലം അവൾക്കില്ല. എങ്കിലും പറ്റുന്നത് പോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമൊക്കെ കുത്തിക്കുറിച്ചങ്ങനെ ഇടും. പിന്നെ ഇതുപോലെ മനസ്സിന് താങ്ങാനാവാത്ത എന്തെങ്കിലും ടെൻഷനോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ അതും അങ്ങനെ എഴുതിയിടുമ്പോൾ ഒരു സമാധാനം തോന്നുന്നതായിട്ട് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡയറി എടുത്ത് അവൾ മനസ്സിൽ തോന്നിയ ഏതോ കാര്യങ്ങളെല്ലാം അതിലേക്ക് കുത്തിക്കുറിച്ചിട്ടു. നാവിൻ തുമ്പിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം അതിലേക്ക് കുറിച്ചിടുമ്പോഴും അതൊക്കെ എന്താണെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ എഴുതി പോകുമ്പോൾ മനസ്സിനൊരാശ്വാസം കിട്ടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. കട്ടിലിൽ അങ്ങനെ കുറച്ച് സമയം കിടക്കുമ്പോഴാണ് അമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്. വയറുവേദനയാണെന്നൊരു കള്ളം പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞു. ഇനി എപ്പോഴെങ്കിലും ഹരി വിളിച്ചാലോ എന്ന് കരുതി കിടക്കുമ്പോഴും ഫോൺ അരികിൽ നിന്നും മാറ്റിയില്ല വൈഗ. പക്ഷേ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് റേഞ്ചിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവൻ അവളെ തിരികെ വിളിച്ചതുമില്ല. ഒരുപാട് സമയം അവൻ വിളിക്കുന്നതും കാത്തിരുന്ന് അങ്ങനെ ഇരുന്ന് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. കേരളയിൽ നിന്ന് ബാംഗ്ലൂർ വഴി മുംബൈയിലേക്ക് പോകുന്ന ട്രെയിനിലായിരുന്നു ഹരി പോയത്. പക്ഷേ ബാംഗ്ലൂർ എത്തിയപ്പോഴേക്കും ട്രെയിനിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്ന് കുറച്ച് സമയം അതവിടെ കിടന്നു. ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞ് ഇനി ട്രെയിൻ പോവുള്ളൂ എന്നറിയിപ്പും വന്നു. ആ സമയം ഹരി കിടന്നുറങ്ങുന്നതായതുകൊണ്ട് തന്നെ സംഭവങ്ങളൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നവൻ അറിയുന്നത്. ഒന്ന് മൂരി നിവർന്നുകൊണ്ട് ഫോൺ എടുത്ത് നോക്കി. റേഞ്ചൊന്നുമില്ല. തിരികെ അങ്ങനെ തന്നെ വെച്ചു. വിശന്നത് കൊണ്ട് തന്നെ സ്റ്റേഷനിൽ നിന്ന് ഒരു ബിസ്ക്കറ്റൊക്കെ വാങ്ങി കഴിച്ചു. ഫോണിൽ ഗാലറി തുറന്നു. അതിൽ പ്രൈവറ്റ് ഫോൾഡറിലായിട്ട് ഇട്ടിരിക്കുന്ന വൈകിയുടെ ഫോട്ടോ നോക്കി അങ്ങനെ ഇരുന്നു. ഓരോ ഫോട്ടോ കാണുമ്പോഴും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് മാറ്റു കൂടിക്കൊണ്ടിരുന്നു.
ട്രെയിൻ ഓടിത്തുടങ്ങിയപ്പോൾ അവൻ കിടന്നു. മനസ്സിൽ അവളെന്ന മുഖം മാത്രമായി. വാവേ. വാതിലിൽ കൊട്ടുന്ന ശബ്ദം കേട്ടാണ് പിറ്റേ ദിവസം വൈഗ എഴുന്നേൽക്കുന്നത്. എല്ലാ പരീക്ഷയും ഒക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ അലാറം പോലും വെക്കാതെ ഉറങ്ങിയതാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റില്ല. അമ്മയാണിപ്പോൾ വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൾ കണ്ണു തുറന്നു. വരുന്നു. ഉറക്കത്തിൽ നിന്ന് തന്നെ അവൾ അതേ ഉറക്കച്ചടവോടെയുള്ള ശബ്ദത്തിൽ അമ്മയ്ക്ക് മറുപടി കൊടുത്തു. മണി 10 കഴിഞ്ഞു. എഴുന്നേക്കാൻ നോക്കുവാവേ. അമ്മയുടെ ശബ്ദം അകന്നു പോകുന്നത് അവൾ കേട്ടിരുന്നു. എഴുന്നേൽക്കാൻ തോന്നുന്നില്ല എങ്കിലും ഇനിയും കിടന്നാൽ ശരിയാവില്ലെന്ന് കരുതി അവൾ മടിയോടെയാണെങ്കിലും എഴുന്നേറ്റു. കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേക്കും മണി 11 കഴിഞ്ഞിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു സമയം അച്ചമ്മയോട് സംസാരിച്ചു. പിന്നെയും ഉറക്കം വരുന്നത് പോലെ. എന്താണ് തനിക്ക് ഇത്രയും ക്ഷീണം എന്നിപ്പോഴും മനസ്സിലാവുന്നില്ല. വീണ്ടും കട്ടിലിലേക്ക് വീണ അതേ സമയത്ത് തന്നെയാണ് അവളുടെ ഫോണിലേക്ക് കോള് വരുന്നത്. ഹരിയാവും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ വേഗത്തിൽ ഫോൺ എടുത്തു. വാവേ. അവൻ്റെ ശബ്ദം. എത്തിയോ ഹരിയേട്ടാ? എത്തി. ഫ്ലാറ്റിലിപ്പോൾ എത്തി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഇതെന്താ നിൻ്റെ ശബ്ദം എങ്ങനെ? ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വൈകിപ്പോയി ഹരിയേട്ടാ. ഒരുപാട് ഉറങ്ങിയതുകൊണ്ടാവും ശബ്ദം ഇങ്ങനെ. അതിന് അവനൊന്ന് മൂളി. ഇനി എന്നാ ഇങ്ങോട്ട് വരിക? ഞാനിനി വരുന്നില്ല. ഉടനെയുള്ള അവൻ്റെ മറുപടിയിൽ അവളുടെ മനസ്സൊന്ന് പിടഞ്ഞു പോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.